ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ പോവുകയാണ്. വെക്കേഷൻ ഈ ബാക്കി നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് பார்க்கலாம். അങ്ങനെ ഞങ്ങൾ സ്റ്റാഫ് കൗണ്ടറിലെത്തി. സ്റ്റാഫ് ടിക്കറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് ചെക്കിൻ തന്നെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് കോൾ വരുള്ളൂ, കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെക്കിൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഗേജൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ലഗേജ് ആഡ് ചെയ്ത് പിന്നെ വീണ്ടും അതെടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു, ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് ഷോ ഓഫുകൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വേറൊരു കുട്ടീനെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൺഫർമേഷൻ കിട്ടിയിട്ടോ. കൺഫർമേഷൻ ഗേറ്റ് എയിലായിരുന്നു. അപ്പോൾ ഗേറ്റ് എയിലേക്ക് ഓഫ് കോഴ്സ് മറ്റേതല്ലേ ഉള്ളത്, എന്താണ് പറയുക, ട്രെയിനിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ട്രെയിനിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ പോകുന്ന ഭാഗമാണിത് കേട്ടോ. ട്രെയിനിലെപ്പോഴും ചെറിയ ട്രെയിനാണ്, പക്ഷേ എപ്പോഴും ട്രെയിൻ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഉള്ളൂ നടക്കാൻ ഗേറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. 14 സംതിങ് ആയിരുന്നു നമ്മുടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. വെക്കേഷന് വളരെ കുറച്ച് ദിവസമേ ഒരു 2 വീക്സിനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് തന്നെയായിരുന്നു അത്. പിന്നെ ഇത് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഗേറ്റിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് സാവധാനമേ പോകാറുള്ളൂ. കാരണം തിരക്ക് പിടിച്ച് പോയാലും ഇപ്പോൾ സീറ്റ് ഇപ്പോൾ പോയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഐ മീൻ ഫസ്റ്റ് ചെല്ലണവർക്ക് വേഗം സീറ്റ് കിട്ടുക അങ്ങനെയൊന്നുമില്ല, നമ്മുടെ സീറ്റ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ലോയിൽ പോയി നമ്മൾ കയറുവാന്ന്. ഇതിപ്പോൾ ഞങ്ങളിനി ഫ്ലൈറ്റിലേക്ക് ഇപ്പോൾ എത്തും. പക്ഷേ നമുക്ക് ഫ്ലൈറ്റൊക്കെ കിട്ടി, അധികം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. കൺഫർമേഷൻ കിട്ടി, അതൊരു ഹാപ്പി ആയിരുന്നു. വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്കൊന്നും നമ്മൾ ഇതാക്കിയില്ലല്ലോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് 2 അടുത്തടുത്ത് സീറ്റ് കിട്ടിയില്ല, വേറെ സീറ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൊഞ്ചം സങ്കടമുണ്ട്. പിന്നെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ആരോടെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിച്ച് പതുക്കെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ആയിരുന്നല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ഫാമിലീസ് ആയിരുന്നു അടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ അധികം ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 സീറ്റിലിരുന്നു. ഐ മീൻ സെപ്പറേറ്റ് ദൂരെ ഇരുന്നു. ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അത് കാരണം ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ മൊത്തത്തിൽ ഫ്ലൈറ്റിലത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നന്നായി എൻജോയ് ചെയ്ത് ഫുള്ള് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത്തിരി നേരം ഒരു ഫിലിം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ എത്തി. സൂപ്പർ വെതറായിരുന്നു. ഭയങ്കര നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കൊച്ചിയിലേക്കാണ് പോയി. ഇതിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോയത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.